ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ വിജ്ഞാപനം ഈ ഒരു വർഷം വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് എന്താണ്, അല്ലെങ്കിൽ വിജ്ഞാപനം എന്നായിരിക്കും വരാൻ സാധ്യത, അതുപോലെ നിലവിലെ നിയമന നില എത്രയാണ്, കഴിഞ്ഞ കട്ട് ഓഫ് എത്രയായിരുന്നു, റാങ്ക് ലിസ്റ്റ് എന്ന് വരും, മെയിൻ പരീക്ഷ മാത്രമാണോ പ്രിലിംസും ഉണ്ടോ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനമാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അതായത് മറ്റൊരു ഡിഗ്രി തല പ്രിലിംസ് കൂടി വരാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഡിഗ്രി തല പ്രിലിംസ്, അതായത് LSTS, SI, എക്സൈസ് ഇൻസ്പെക്ടർ അടക്കമുള്ള പരീക്ഷകളുടെ പ്രിലിംസിന്റെ റിസൾട്ട് വന്നത്. നമുക്കറിയാം, പല ആൾക്കാരും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, പലരും പുറത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പുറത്ത് നിൽക്കുന്നവർക്ക് ആശ്വാസമായാണ് വീണ്ടും ഒരു ഡിഗ്രി തല പ്രിലിംസിന്റെ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നത്. പ്രിലിംസ് ആണോ മെയിൻസ് ആണോ എന്നറിയില്ല, പക്ഷെ അതിൻ്റെ ഒരു വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കാറ്റഗറി നമ്പർ 057/2021 ആണ്. കാറ്റഗറി നമ്പർ 057/2021 എന്ന് ഓർക്കുക. എന്താണ് ഇത്? പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നാണ്. അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം കിട്ടുക എന്ന് ചോദിച്ചാൽ കേരള ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റിലേക്ക് കിട്ടും, അതുപോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് കിട്ടും, അതുപോലെ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലേക്ക് നിയമനം വരും, പിന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുണ്ട്, അതുപോലെ തന്നെ ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രൈബ്യൂണൽ ഉണ്ട്, പിന്നെ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസിലേക്ക് കൂടി നിയമനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളിലേക്കാണ് ഈ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ നിയമനം നടക്കുന്നത്. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം എന്ന് പറയുമെങ്കിലും ഇത് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമായിട്ടല്ല ഈ ഒരു വിജ്ഞാപനം വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. അത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം പോലെയാണ് ഈ ഒരു ഇത് കിട്ടുന്നത്. സെക്രട്ടേറിയറ്റിലേക്കാണെങ്കിൽ സെക്രട്ടേറിയറ്റ്, അതല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കായിരിക്കാം, അതുമല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാവാം, അതുമല്ലെങ്കിൽ വിജിലൻസിന്റെ ട്രൈബ്യൂണലിലേക്കാവാം, അതുപോലെ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസിലേക്കും ആവാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 27,800 മുതൽ 59,400 ആണ്. ഇത് പഴയ സ്കെയിലാണ്. ഇപ്പൊ ഏകദേശം 39,000 മുകളിലാണ് ഇതിന്റെ സാലറി എന്ന് പറഞ്ഞത്. ഏകദേശം 40 നമ്മുടെ കയ്യിൽ നമുക്ക് വാങ്ങിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. 40,000 നമ്മുടെ കയ്യിലേക്ക് എല്ലാം കഴിഞ്ഞ് ഏകദേശം നമുക്ക് കിട്ടും. അപ്പൊ ആ റേഞ്ചിലാണ് ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഭരണസിരാ കേന്ദ്രത്തിലൊക്കെ ജോലി കിട്ടിയ വളരെ നല്ലതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എപ്പോഴാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ നടന്നതെന്ന് ചോദിച്ചാൽ 21/12/2022 ഇതിന്റെ മെയിൻ പരീക്ഷ നടന്നിരിക്കുന്നത്. 21/12/2022, അതായത് 2022 ഡിസംബർ 21 പരീക്ഷ നടന്നു. 12/4/2023 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 12/4/2023 2023 4 മാസം 12 ഈ ഒരു റാങ്ക് ലിസ്റ്റ്, അസിസ്റ്റന്റ് ആൻഡ് ഓഡിറ്റർ ഡയറക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. മെയിൻ ലിസ്റ്റിൽ 961 പേരെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 961 പേരെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ 961 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. സപ്ലിയിൽ മറ്റ് ആളുകൾ കൂടി ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. ഇനി ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് 21/2/2023 21/2/2023 ഷോർട്ട് ലിസ്റ്റ് വന്നു. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞാണ് നമുക്ക് ഏപ്രിലോടെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 43.67 ആണ്. 43.67 ആണ് അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇതിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ പരീക്ഷയുടെ കട്ട് ഓഫ് 43.67 ആയിരുന്നു. അതാണ് നിങ്ങൾ പ്രധാനമായും നോക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പൊ വന്നിരിക്കുന്ന ഡിഗ്രി തല പ്രിലിംസിൽ LSTSന്റെ കട്ട് ഓഫ് പോലും എത്രയാണ്? 49. ഇതുവരെ വന്ന ആ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതുവരെ 60 മുകളിലേക്ക് വന്നിട്ടില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ 60 താഴെ ഒരു 45 എന്നും കണക്കാക്കേണ്ട, 50 മുതൽ 60 വരെ എന്ന രീതിയിലേക്ക് നിങ്ങൾ എടുക്കുക. 50നും 60നും ഇടയിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ ഇതിന്റെ
എന്താണ് ലിസ്റ്റിൽ ഉൾപ്പെടും. പക്ഷെ ആ ഒരു 60-50 മാർക്കല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം 80+ ആയിരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 80+ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. നമുക്കറിയാം, നമുക്ക് ഡിഗ്രി തല പ്രിലിംസിന്റെ സിലബസ് നമുക്കറിയാം, മെയിൻസിന്റെ പല സിലബസ് നമുക്കറിയാം. ഇനിയിപ്പം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അതിൽ പേടിക്കേണ്ടതുള്ളൂ. അല്ലാത്ത അവസ്ഥയിൽ നമ്മൾ കൃത്യമായി ആ ഒരു സിലബസ് എടുത്ത് പഠിച്ചു തുടങ്ങുക. ഓക്കെ, നിലവിലെ നിയമന നില എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, 340 പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. 340 പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. ഏറ്റവും അവസാനം 8-ാം മാസമാണ്, അതായത് നമ്മുടെ 8-ാം മാസം അല്ല 7-ാം മാസം, അതായത് ജൂലൈ 8-ാം തീയതിയാണ് ഏറ്റവും അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. ജൂലൈ 8-ാം തീയതിയാണെന്ന് മനസ്സിലാക്കുക. 12/4/2023 ഇതിന്റെ എന്താണ് റാങ്ക് ലിസ്റ്റ് വന്നത്. 12/4/2023, പിന്നെ 12/4/2024 ഒരു വർഷമായി, 12/4/2025 2 വർഷമാവും, 12/4/26 3 വർഷമാവും. അതായത് അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് 13-ാം തീയതി, അതായത് ഏപ്രിൽ 13, 2026 വരണം. ഏപ്രിൽ 13, 2026 എന്ത് ചെയ്യണം, അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അതായത് 12-ാം തീയതി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് ഇതിന്റെ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിലവിൽ 340 പേരെയാണ് എടുത്തിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 232-ാമത്തെ വ്യക്തിയും EWSൽ നിന്ന് 261-ാമത്തെ വ്യക്തിക്കും നിയമനം കിട്ടി. ഈഴവയിൽ 231-ാമത്തെ വ്യക്തി വിത്തിൻ OCയിൽ പോയി. പിന്നെ SSC 16 സപ്ലിയിൽ, ST സപ്ലിയിൽ 7-ാമത്തെ ആള്, മുസ്ലിം 374-ാമത്തെ വ്യക്തി, LCI 640, OBC 235, വിശ്വകർമ്മ 418, SIUC നാടാർ 566, SSCCC സപ്ലിയിൽ 3, ധീവര 444-ാമത്തെ വ്യക്തി, ഹിന്ദു നാടാർ 372-ാമത്തെ വ്യക്തി, DALV 3, DAHI 5-ാമത്തത്, DALDCP 3, DAMD/MI 9, ബൈ ട്രാൻസ്ഫറിൻ്റെത് 11 എന്നിങ്ങനെയാണ് നിലവിൽ പോയിരിക്കുന്നത്. ആകെ 340 പേരാണ്. നമുക്കറിയാം 961 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതിൽ 232 ഓപ്പണിൽ പോയി. ബാക്കി നമുക്ക് ഏകദേശം ഇനി എത്രയാണ്, 2 വർഷത്തോളം കാലാവധിയുണ്ട്. 1 വർഷം ആയിട്ടുള്ളൂ, 2 വർഷത്തോളം കാലാവധിയുണ്ട്. ആ ഒരു 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഇതിന് മുകളിലേക്ക് അഡ്വൈസ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 900-ന്റെ അടുത്ത് തന്നെ അഡ്വൈസ്, അല്ലെങ്കിൽ അതിന് മുകളിൽ 900-ന് മുകളിൽ അഡ്വൈസ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വസ്തുതയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിന്റെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, സിലബസ് നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, പ്രിലിംസും മെയിൻസും ഉണ്ട്, പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഇനി ഒരൊറ്റ പരീക്ഷ മാത്രമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാം. അതായത് ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ഒരു വിജ്ഞാപനം ഇപ്പോൾ നിലവിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രമാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് ഒറ്റ പരീക്ഷയായിട്ട് ചിലപ്പോൾ നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം 2 പരീക്ഷ ഒന്നിനു വേണ്ടി മാത്രം നടത്തുക എന്ന് പറയുന്നത് എത്രത്തോളം അവർക്ക് നല്ലതാണെന്നറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ അതുപോലെ സബ് ഇൻസ്പെക്ടർ, അങ്ങനെയുള്ള വിജ്ഞാപനങ്ങളും കൂടി വരാൻ സാധ്യതയുണ്ടെങ്കിൽ എന്താണ്, പ്രിലിംസ് അതുപോലെ മെയിൻസ് എങ്ങനെ 2 എക്സാം ആയിട്ട് തന്നെ നടത്തും, പ്രിലിംസും മെയിൻസും ആയിട്ട് തന്നെ നടത്തും. ഇനി അതല്ല, ഇതിന് KASന്റെ വിജ്ഞാപനം കൂടി വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രിലിംസും ഇതിന്റെ കൂടെ തന്നെ നടത്തും. അങ്ങനെയാകുമ്പോൾ പ്രിലിംസ് ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, KAS ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രിലിംസ് ആണ് 2025 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2025 ഇതിന്റെ പ്രിലിംസ്. ഇനി വിജ്ഞാപനം എന്ന് പ്രതീക്ഷിക്കാമെന്ന് വെച്ചാൽ, വിജ്ഞാപനം നമ്മൾ സെപ്റ്റംബർ മാസമാണ് ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത്. ഒന്നുകിൽ സെപ്റ്റംബർ വരാം, അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് നമ്മൾ വിജ്ഞാപനം പ്രതീക്ഷിക്കുകയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടാണ് മറ്റൊരു ഡിഗ്രി തല വിജ്ഞാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, KAS തുടങ്ങിയ വിജ്ഞാപനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ വന്ന ഇതിൻ്റെ ഒരു മെയിൻസ് 2025 ഒരു മെയ് മാസത്തിനുള്ളിലായിട്ട് നടത്തും. 2025 മെയ് മാസത്തിനുള്ളിലായിട്ട് ഇതിൻ്റെ ഒരു പ്രിലിംസ് നടത്തും. പിന്നീട് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം എന്താണ്, മെയിൻസ് നടത്തും. അതിനുശേഷം സർട്ടിഫിക്കറ്റ് പരിശോധനയൊക്കെ കഴിഞ്ഞ് ഒരു ഫെബ്രുവരി, നമ്മൾ കഴിഞ്ഞ അതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാസത്തിനുള്ളിലായിട്ട് ഷോർട്ട് ലിസ്റ്റ് വന്ന് ഏപ്രിലോടെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും നിലവിൽ വരും. ആ രീതിയിലേക്ക് വരും. അതായത്
ചിട്ടയായ രീതിയിൽ ഒരു പഠനം നടത്തിയാൽ നമുക്ക് കൃത്യമായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ പാസ്സാവാം എന്ന അർത്ഥം. അതായത് സമയമുണ്ട്, സമയമില്ല എന്ന് പറയുന്നില്ല. ഇപ്പം നിങ്ങൾ തീവ്രമായിട്ട് SSCRT നല്ല രീതിയിൽ പഠിച്ചു വെക്കുക, NCRT പഠിക്കുക. SSCRT, NCRT, അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് തുല്യതാ പരീക്ഷയുടെ പാഠഭാഗങ്ങളുണ്ട് കുറച്ചൊക്കെ, അത് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് പ്രകാരം റാങ്ക് ഫയലോ അല്ലെങ്കിൽ മറ്റേതും ഗൂഗിളിലൊക്കെ സെർച്ച്. റാങ്ക് ഫയൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, കാരണം നമുക്ക് ഒതുക്കത്തിലെല്ലാം കിട്ടും. അങ്ങനെയുള്ള റാങ്ക് ഫയൽ, പിന്നെ മറ്റ് കാര്യങ്ങൾ പഠിക്കുക, കറണ്ട് അഫയേഴ്സ് പ്രാധാന്യത്തോടെ പഠിച്ചു തുടങ്ങുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾ ഒരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഈ ഒരു ഡിഗ്രിയെങ്കിലും, കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് ഡിഗ്രി പ്രിലിംസും LDC ഒക്കെ വന്നു പോയി, നമുക്കതൊന്നും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന ചിന്തയിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു പരീക്ഷ നമ്മൾ വിട്ടുകളയരുത്, ഉറപ്പിച്ചേക്കുക. ഇത് എൻ്റെ പരീക്ഷയാണ്, എനിക്ക് വേണ്ടി വന്ന വിജ്ഞാപനമാണ് എന്ന് പ്രതീക്ഷിച്ച് ഇതിനുവേണ്ടി ഒരു വർഷത്തെ നിങ്ങളുടെ തയ്യാറെടുപ്പ് ഇതിനു വേണ്ടി കൊടുക്കുക. കൃത്യമായ പ്ലാനിങ്ങോടെ, കൃത്യമായ സ്മാർട്ട് വർക്കോടെ, കൃത്യമായ മുന്നൊരുക്കത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ ഒരു പരീക്ഷ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സർക്കാരിൻ്റെ ഭരണചക്രം തിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ സെക്രട്ടേറിയറ്റിലേക്ക് നിങ്ങൾക്ക് നിയമനം പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ കൃത്യമായ പഠനം ആരംഭിക്കുക. ഇതിൻ്റെ കോഴ്സുകൾ, ക്ലാസ്സുകളൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും എല്ലാതെയും നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ കുറേയധികം ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി. അപ്പോൾ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തി കൂടെ നിൽക്കുക, നിങ്ങൾ പഠനം ആരംഭിക്കുക. ഇപ്പോഴേ ആരംഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവാൻ സാധിക്കൂ. കാരണം ഇത് പ്രിലിംസ് പരീക്ഷയാണ്, അല്ലെങ്കിൽ മെയിൻസ് പരീക്ഷയാണ്, ഡിഗ്രി തല പരീക്ഷയാണ്. അപ്പോൾ ഡിഗ്രി തല പരീക്ഷയുടെ ആ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞു വേണം നമ്മളിതിന് തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക്